ഇനി നമുക്കൊപ്പം നിതിൻ തോമസും സ്നേഹമോൾ നൈനാനും ഇവിടെ എവിടെയോ മറ്റേതോ ഒരു വേദിക്ക് മുൻപിലായിട്ടുണ്ട്. ഏത് വേദിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സ്നേഹ, നിതിൻ എവിടെയാണ്, ഏത് വേദിക്ക് സമീപത്താണ് നിൽക്കുന്നത്? എങ്ങനെയുണ്ട് അവിടുത്തെ പെർഫോമൻസ് ഒക്കെ? എങ്ങനെയാണ് കൊട്ടിക്കയറുന്നത് ജൻസി പൂരം? പ്രധാന വേദിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സൂര്യകാന്തി എന്നാണ് പേരിട്ടിരിക്കുന്നത്. സൂര്യകാന്തി എന്ന് പേരിട്ടിരിക്കുന്ന ഈ വേദിയിൽ ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇപ്പോൾ മോഹിനിയാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇത്തരത്തിൽ ഇവിടേക്ക് വന്നപ്പോൾ എനിക്കൊരു കുഞ്ഞ് അതിഥീനെ കിട്ടിയിട്ടുണ്ട്. ആ അതിഥീനെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എന്തുവാ പേരെന്തുവാ? പേരെന്തുവാ? ക്യാമറ കണ്ട് വന്നിട്ട് ഇപ്പൊ ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കണ്ടോ? കുഞ്ഞതിഥി ഇങ്ങനെ ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ കാണാൻ വന്ന, പക്ഷെ അങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല. എങ്ങനെയുണ്ട്? കണ്ടോ ചേച്ചിമാരുടെ ഡാൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? മോഹിനിയാട്ടമൊക്കെ കാണുന്നുണ്ടോ? നന്നായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ അതോ കാണാനായിട്ട് വന്നതാ? ഓക്കെ. എവിടുന്ന വരുന്നത്? ഞങ്ങൾ വടക്കാഞ്ചേരി ഓട്ടുപാറ. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഒരു കൗതുകകരമായ കാഴ്ച കൂടെ കണ്ടു. ആ കാഴ്ചയിലേക്കാണ് ഞാനൊന്ന് കൊണ്ടുപോകുന്നത്. ഒരു പസില് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ കലാമേളയാണല്ലോ, അല്ലെങ്കിൽ കലോത്സവമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കലകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ചേട്ടാ, ഇതിപ്പോ എന്താ സംഭവം ശരിക്കും? എനിക്കൊന്നും മനസ്സിലായില്ല. കണ്ടിട്ട് കാലത്തൊരു കളി ഉപകരണമാണ്. അതിന് ഏടാകൂടം എന്നാണ് പറയുക നാടൻ ഭാഷയിൽ. അപ്പൊ ഏടാകൂടം ശരിയാക്കണം അല്ലേ? വാങ്ങിച്ച താല്പര്യം എടുക്കൊണ്ട് ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലതും പല തരത്തിലുള്ളതായിരിക്കും. ഇവിടെ കാണുന്നത് ഈ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് 4 പീസ് കൊണ്ട് ഉണ്ടാക്കുന്നത്. 4 പീസ് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ ടി ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ടി ആയി.